الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സ്നേഹബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സംഘടനാ നേതാക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയ ആദർശ പ്രസ്ഥാന പ്രവർത്തകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഹക്ക് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷകരമായ നിലയിൽ ദീനിൻ്റെ ഖാദിമീങ്ങളായി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. താജുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച് ഹബീബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അവിടുത്തെ കുടുംബ പരമ്പരയിൽ ഉപ്പാപ്പാനെ പൂർണ്ണമായും അനുഗമിക്കുകയും അനുസരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്ത സാദാത്തുക്കളുടെ താജ് തന്നെയാണ് മഹാനവറുകൾ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആശയത്തിൽ നിന്ന്, ആദർശത്തിൽ നിന്ന് അണു അളവ് വ്യതിചലിക്കുന്ന സാഹചര്യമുണ്ടായാൽ എത്ര വേണ്ടപ്പെട്ടവരായിരുന്നാലും ആദർശത്തിൻ്റെ പേരിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തോട് ചേർന്ന് നിൽക്കാൻ ധീരമായ പ്രഖ്യാപനം നടത്തുകയും നേതൃത്വം നൽകുകയും ചെയ്ത മഹാനവറുടെ സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഭാഗങ്ങളാണ് സ്വാഗതത്തിലൂടെ ഓർമ്മപ്പെടുത്തിയത്. കുടുംബബന്ധം, മറ്റൊന്ന് ഇൽമ. ഒരു സയ്യിദ് എന്നതിന് കവിഞ്ഞ് പണ്ഡിതൻ കൂടിയാവുക എന്നത് ആ മഹത്വത്തിൻ്റെ പ്രത്യേകത വർദ്ധിപ്പിക്കുന്നു. ഇൽമിനോട് അതിരറ്റ സ്നേഹവും ഇൽമിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിക്കുകയും ആലിമീങ്ങളോട് മാത്രമല്ല മുതഅല്ലിമീങ്ങളോട് പോലും ഇൽമിനോടുള്ള ബഹുമാനം പ്രകടിപ്പിച്ച് ആദരവ് കാണിക്കുന്ന ഒരു സ്വഭാവം മഹാനായ തങ്ങളുടെ പ്രത്യേകമായ സ്വഭാവമാണ്. അതിഥികളെ സൽക്കരിക്കുന്ന വിഷയത്തിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന നിരവധി അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ചെറിയ ജീവിതത്തിൽ തന്നെ ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മഹാനെ അനുസ്മരിക്കുക എന്നത് കേവലം മദ്ഹികൾ പറഞ്ഞു അവസാനിപ്പിക്കുകയല്ല, ആ ഗുണങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ പകർത്താനുള്ള പ്രതിജ്ഞ പുതുക്കുക. അപ്പോഴേ ഈ അനുസ്മരണ പരിപാടികൾ നമുക്ക് കൂടുതലായി അനുഭവത്തിലൂടെ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരുപാട് അമലുകൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ യാതൊരു
മടിയും കാണിക്കാതെ ഉപേക്ഷിച്ച് കളയുന്ന, ചിലപ്പോഴൊക്കെ അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് അവഗണിച്ച് കളയുന്ന ദുസ്വഭാവം നമ്മിൽ പലർക്കും ഉണ്ടായിപ്പോകാറുണ്ട്. അതുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടുള്ള സ്നേഹം നാം കഴിവിൻ്റെ പരമാവധി അവിടുത്തെ ജീവിതത്തിലെ പല വഴികളിൽ എളുപ്പത്തിൽ നമുക്ക് പകർത്താൻ കഴിയുന്ന മാർഗങ്ങളെങ്കിലും സ്വീകരിച്ച് ആ സുന്നത്തുകളോട് പൂർണ്ണമായ ബന്ധം കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തണം. ഈ എട്ടിക്കുളം എന്ന പ്രദേശത്ത് മഹാനവറുകളുടെ നാമധേയത്തിൽ തന്നെ സ്ഥാപനം നടത്തി വരികയാണ്. അൽഹംദുലില്ലാ, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും നമ്മളാണ്. ഉസ്താദുമാർക്ക് ആവശ്യമായ ജീവിത സൗകര്യങ്ങൾ അത് നാമാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഇവിടെയൊക്കെ മഹാനായ സയ്യിദ് ഹാമിദ് ഇമ്പച്ചിക്കോയ തങ്ങൾ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തെ നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും ആവശ്യമാകുന്ന ഘട്ടങ്ങളിലൊക്കെ വേണ്ട വിധത്തിലുള്ള സഹകരണങ്ങളും സഹായങ്ങളും നൽകി വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ കാര്യത്തിൽ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അല്ലാഹു തആല ഖൈറായ എല്ലാ നല്ല കാര്യങ്ങളും നല്ല മനസ്സോടെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. താജുൽ ഉലമ, നൂറുൽ ഉലമ, കൻസുൽ ഉലമ തുടങ്ങിയ പണ്ഡിത കേസരികൾ നാമുമായി വിട്ടുപിരിഞ്ഞ മാസങ്ങളാണ് അടുത്ത് ഈ മാസമടക്കമുള്ള മാസങ്ങൾ. അവിടെയൊക്കെ നാം അവരെയൊക്കെ നന്നായി അനുഗമിക്കണമെന്ന് മാത്രം നിങ്ങളോട് ഉണർത്തി അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന ദുആയോടെ ഞാൻ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഉദ്ഘാടന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ഡോക്ടർ ഹുസൈൻ സഖാഫി ചില്ലിക്കോട് അവരുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.